നിങ്ങൾ കണ്ണും പൂട്ടി മറ്റാളുകൾക്ക്, ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങൾക്ക്, ഏറ്റവും അടുത്ത സുഹൃത്തിന് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസോ ഏതാണ്? നിങ്ങളുടേതല്ലാത്ത ഒരു പ്രൊഡക്റ്റോ സർവീസോ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഈ കമ്പനി നിങ്ങൾക്ക് അവരുടെ പ്രൊഡക്റ്റോ സർവീസോ റെക്കമെൻഡ് ചെയ്യുന്നതിന് ഇൻസെൻറ്റീവ് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിശ്ചിത എണ്ണം റെക്കമെൻഡേഷൻസ് മാസം ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു സാലറി തരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള മോട്ടിവേഷൻ മിക്കവാറും നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ബേസിക്കലി ഒരു സെയിൽസ് പേഴ്സൻ്റെ ജോലിയാണ് ഈ പറഞ്ഞത്. കണ്ണും പൂട്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസോ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർവീസാണ്. ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. ഡോക്ടേഴ്സ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്, രോഗം ഡയഗ്നോസ് ചെയ്യുന്നത്, മരുന്ന് എഴുതുന്നതൊക്കെ രോഗികൾക്ക് വേണ്ടിയാണ്. ടീച്ചേഴ്സ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അതൊരു സർവീസാണ്. ശമ്പളം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഈ ജോലിയെ നമ്മൾ മോശമായിട്ട് കാണുന്നില്ല. ഇനി ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക്, ഒരു ഫൗണ്ടർ ലീഡർ എന്ന നിലയ്ക്ക് ചലഞ്ച് വരുന്നത് നിങ്ങളുടെ സെയിൽസ് പീപ്പിളിന് ധൈര്യമായിട്ട് കണ്ണും പൂട്ടി കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഗ്രൂപ്പിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റും സർവീസും അവർക്ക് അവൈലബിൾ ആക്കുക. അത്തരം പ്രൊഡക്റ്റും സർവീസും ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ക്യൂറേറ്റ് ചെയ്യുക എന്നുള്ളിടത്താണ്. ആ ചലഞ്ച് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നിടത്തോളം കാലം നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ ജോലിയെക്കുറിച്ച് നിങ്ങൾ മോശമായിട്ടൊന്നും കരുതേണ്ട ആവശ്യമില്ല. കാരണം അവർ ചെയ്യുന്നത് കണ്ണും പൂട്ടി ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ബെനിഫിഷ്യൽ ആകുമെന്ന് ഉറപ്പുള്ള പ്രൊഡക്റ്റ് കൃത്യമായിട്ടുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ള സർവീസാണ്.